നമസ്കാരം. ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം. നമ്മുടെ സൗരയൂഥത്തിന് വെളിയിലുള്ള ഗ്രഹങ്ങളിൽ അഥവാ അന്യഗ്രഹങ്ങളിൽ ആദ്യമായി കാന്തിക വലയത്തിൻ്റെ സാന്നിധ്യം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. കിലോമീറ്ററുകൾ അകലെയുള്ള ഈ ഗ്രഹങ്ങളിലെ അതിവേഗതയിലുള്ളതും വിനാശകരവുമായ ശക്തമായ കാറ്റുകളെക്കുറിച്ച് പഠിച്ചാണ് ഗവേഷകർ ഈ നിർണായക കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നത്. അന്യഗ്രഹങ്ങളിലെ കാന്തിക വലയത്തിൻ്റെ ശക്തി നേരിട്ട് അളക്കാൻ സാധിക്കുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ കാന്തിക വലയമായ കാന്തമണ്ഡലം വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ വികിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ കാന്തിക വലയമാണ്. അതുകൊണ്ട് തന്നെ പുതിയ കണ്ടെത്തൽ പ്രപഞ്ചത്തിൻ്റെ മറ്റ് കോണുകളിലെ ജീവൻ്റെ സാന്നിധ്യം തിരയുന്ന ഗവേഷണങ്ങൾക്ക് വലിയൊരു ഊർജ്ജമായി മാറും. ദക്ഷിണ യൂറോപ്യൻ ഒബ്സർവേറ്ററിയുടെ വെരി ലാർജ് ടെലസ്കോപ്പ്, ജെമിനി നോർത്ത് ടെലസ്കോപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘം ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വ്യാഴഗ്രഹത്തോട് സാമ്യമുള്ളതും എന്നാൽ കടുത്ത ചൂടുള്ളതുമായ 7 വാതക ഭീമൻ ഗ്രഹങ്ങളിലെ കാറ്റിൻ്റെ വേഗതയാണ് സംഘം പ്രധാനമായും അളന്നത്. ഈ 7 ഗ്രഹങ്ങളും തങ്ങളുടെ മാതൃനക്ഷത്രങ്ങളുമായി ടൈഡലി ലോക്ക്ഡ് ചെയ്യപ്പെട്ടവയാണ്. അതായത് ഈ ഗ്രഹങ്ങളുടെ ഒരു വശം എപ്പോഴും മാതൃനക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കുന്നതിനാൽ അവിടെ കടുത്ത ചൂടുള്ള പകലും മറുപുറം എപ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഇരുട്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിനാൽ കടുത്ത തണുപ്പുള്ള രാത്രിയുമായിരിക്കും. കടുത്ത ചൂടുള്ള പകൽ ഭാഗത്ത് നിന്ന് തണുപ്പുള്ള രാത്രി ഭാഗത്തേക്ക് വീശിയെടുക്കുന്ന കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 4470 മൈൽ മുതൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന 15530 മൈൽ വരെയാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ വെറും 930 മൈൽ മാത്രമാണ് എന്നിരിക്കെയാണ് ഈ അന്യഗ്രഹങ്ങളിലെ കാറ്റിൻ്റെ ഈ ഭീകരമായ വേഗത. ഈ അതിവേഗ കാറ്റുകളെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളുടെ ശക്തമായ കാന്തിക വലയമാണെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. യഥാർത്ഥത്തിൽ ഈ ഗവേഷണം ആരംഭിക്കുമ്പോൾ അന്യഗ്രഹങ്ങളിലെ കാന്തിക വലയങ്ങളെ കണ്ടെത്തുക എന്നത് ശാസ്ത്ര സംഘത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. കടുത്ത ചൂടുള്ള ഇത്തരം ഗ്രഹങ്ങളിലെ കാറ്റിൻ്റെ സ്വഭാവം എല്ലാം ഒരേ രീതിയിലാണോ എന്ന് പരിശോധിക്കുക മാത്രമായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ഗവേഷണം മുന്നോട്ട് പോയപ്പോൾ ഗ്രഹത്തിൻ്റെ താപനിലയും കാറ്റിൻ്റെ വേഗതയും തമ്മിൽ വിചിത്രമായൊരു ബന്ധമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിയുകയായിരുന്നു. സാധാരണ ഭൗതികശാസ്ത്ര നിയമപ്രകാരം താപനില കൂടുമ്പോൾ അന്തരീക്ഷത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുകയും കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഗ്രഹത്തിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് അവിടുത്തെ കാറ്റുകൾ കൂടുതൽ വേഗതയുള്ളതും അക്രമാസക്തവുമാകുന്നതായി ഗവേഷകർ കണ്ടെത്തി. താപനിലയും കാറ്റിൻ്റെ വേഗതയും തമ്മിലുള്ള ഈ വിപരീത അനുപാതം ശാസ്ത്രജ്ഞരിൽ കൗതുകം നടത്തി. ഈ പ്രതിഭാസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗ്രഹങ്ങളിലെ ആഗോള കാന്തിക വലയമാണെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലെ ചാർജ് ചെയ്യപ്പെട്ട കണികകളുടെ വേഗത കുറയ്ക്കുന്ന ഒരു ബ്രേക്കായിട്ടാണ് അവിടുത്തെ കാന്തിക വലയങ്ങൾ പ്രവർത്തിക്കുന്നത്. താപനില വളരെ കൂടുമ്പോൾ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ അയോണീകരിക്കപ്പെടുകയും കാന്തിക വലയം ഇവയുടെ സഞ്ചാരത്തെ ശക്തമായി തടയിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ചൂട് കൂടിയ ഗ്രഹങ്ങളിൽ കാറ്റിൻ്റെ വേഗത കുറയുന്നത്. ഈ കാറ്റിൻ്റെ വേഗതയിലെ വ്യത്യാസം കണക്കാക്കിയാണ് ഗവേഷകർ ആ ഗ്രഹങ്ങളിലെ കാന്തിക വലയത്തിൻ്റെ ശക്തി അളന്നത്. പരിശോധിക്കപ്പെട്ട 7 ഗ്രഹങ്ങൾക്കും നമ്മുടെ ശനിഗ്രഹത്തേക്കാൾ 4 ഇരട്ടി കാന്തിക ശക്തി ഉണ്ടെന്നും വ്യാഴഗ്രഹത്തിൻ്റെ കാന്തിക ശക്തിയുടെ പകുതിയോളം വരുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും ശക്തമായ കാന്തിക വലയം ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയിലെ ധ്രുവദീപ്തികളായ ഔറോറകളേക്കാൾ എത്രയോ മടങ്ങ് മനോഹരവും വർണ്ണാഭവുമായ പ്രകാശവിസ്മയങ്ങൾ ഈ ഗ്രഹങ്ങളുടെ ആകാശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. ഭൂമിയിൽ സൗരക്കാറ്റിലെ കണികകൾ നമ്മുടെ കാന്തിക വലയവുമായി കൂട്ടിയിടിച്ച് അന്തരീക്ഷ വാതകങ്ങളുമായി പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് പച്ചയും പിങ്കും പർപ്പിളും നിറത്തിലുള്ള ധ്രുവദീപ്തികൾ ഉണ്ടാക്കുന്നത്. ഒരു വശത്ത് ശാശ്വതമായ പകലും മറുവശത്ത് അന്തമില്ലാത്ത രാത്രിയുമുള്ള ഈ അന്യഗ്രഹങ്ങളുടെ ആകാശത്ത് നക്ഷത്രങ്ങൾക്കൊപ്പം മനോഹരമായ പ്രകാശത്തിൻ്റെ വലിയ വിന്യാസങ്ങൾ നൃത്തം ചെയ്യുന്നത് സങ്കല്പിക്കാൻ പോലും ആകർഷകമാണെന്ന് ഗവേഷകർ പറയുന്നു. ഫ്രാൻസിലെ ലബോറട്ടറി ലാഗ്രാഞ്ച്, ജർമ്മനിയിലെ യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററി തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെട്ട സംഘം നടത്തിയ ഈ വിപ്ലവകരമായ പഠനം പ്രശസ്ത ശാസ്ത്ര മാസികയായ നേച്ചർ ആസ്ട്രോണമിയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ലോകത്ത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അന്തരീക്ഷവും ജലവും കാത്തുസൂക്ഷിക്കുവാൻ ഈ ഗ്രഹത്തിന് സാധിക്കുമോ എന്ന് മനസ്സിലാക്കാനുള്ള ഭാവി ഗവേഷണങ്ങൾക്ക് വലിയൊരു അടിത്തറയാണ് ഈ പുതിയ കണ്ടെത്തൽ നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.